ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നു. ഇല്ല, ഞങ്ങൾക്കറിയില്ല. UDF-ന്റെ യോഗം ചേർന്നിട്ട് കുറച്ചായി. അസംബ്ലി സമ്മേളനത്തോടു കൂടിയ മറ്റ് ചർച്ചകളിലേക്കൊക്കെ കിടക്കുക. പ്രസിഡന്റിന്റെ പേരിൽ വയനാട്ടിൽ ഒരു സ്ഥലം രജിസ്റ്റർ ആയി എന്നൊരു വാർത്ത വരുന്നുണ്ട് വയനാട്ടിൽ. പക്ഷെ അത് ഭയങ്കര കാട്ടാന ശല്യമുള്ളതാണെന്നും അവിടെ 25 വീടുകൾക്ക് മേലെ സ്ഥാപിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാണ് വാർത്തകൾ വരുന്നത്. അതിപ്പോ എനിക്കറിയില്ല. വയനാട്ടിലെ എല്ലാ സ്ഥലത്തും കാട്ടാന ശല്യം ഉണ്ടല്ലോ. ബത്തേരി ടൗണിൽ ആന ഇറങ്ങിയതല്ലേ ഇല്ലേ? കൽപ്പറ്റയിലും മാനന്തവാടി ടൗണിൽ ആന ഇറങ്ങിയതല്ലേ? ആനയില്ലാത്ത സ്ഥലമില്ലല്ലോ വയനാട്. പക്ഷെ ഭയങ്കര ചെങ്കുത്തായ സ്ഥലമാണ് അത്. വയനാട് കൊന്നുള്ള സ്ഥലമാണ്. പ്രസിഡന്റ്, കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ന് അനിവാര്യമാണ്. UDF വിജയത്തിന് അതൊക്കെ ആലോചിക്കാം. നമ്മൾ UDF യോഗം ചേർന്ന് ആലോചിക്കും. അവർ താല്പര്യം അറിയിച്ചാൽ എന്തായിരിക്കും നമ്മുടെ സമീപനം? ആലോചിക്കും. ഞാൻ പറഞ്ഞില്ല, യോഗം ചേർന്ന് ആലോചിക്കും. ഇതുവരെ അത്ര ഒരു ചർച്ചകൾ നടന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുന്നണിയുടെ ജനകീയ അടിത്തറ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങളത് പറഞ്ഞു. ഇലക്ഷനിൽ ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള പിന്തുണ നൽകി. അതിനുശേഷവും വ്യക്തികൾ ഞങ്ങളോടൊപ്പം വരുന്നു. ഇന്നലെയും അതിന്റെ അനുഭവമുണ്ട്. കൂടുതൽ ആളുകൾ വരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പ്രസിഡന്റ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നേതൃത്വം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അതേസമയത്ത് ചിത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ രംഗത്ത് വരികയും പൂജ അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഈസ് ഔട്ട് ഫ്രം ദ പാർട്ടി. വി ഹാവ് ഡിക്ലെയർഡ് ഇറ്റ് ഏർലിയർ. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത് പരാതി നൽകി അതിജീവരെ അധിക്ഷേപിച്ച് രംഗത്തെത്തുന്നു. അതിലെന്താണ് KPCC-യുടെ നിലപാട്? ഒന്നും ഞാനും എന്റെ ശ്രദ്ധയപ്പെട്ടില്ല. ഞാൻ ഈ സമരപന്തലിലായിരുന്നല്ലോ. ഇല്ല, എന്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ പരിശോധിക്കും. ശ്രദ്ധിച്ചില്ല. എന്റെ ശ്രദ്ധ ഞാൻ ഇന്നലെ രാത്രിയും പകലൂടെയല്ലേ. ശരി, താങ്ക് യു.